ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ സെല്ലിംഗ് പ്രഷർ അഭിമുഖീകരിക്കുകയും ഇൻഡെക്സ് 1.4% ഇടിഞ്ഞ് 23,085 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡിസസുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. HDFC ബാങ്ക്, ICICI ബാങ്ക്, സൊമാറ്റോ, L&T, പവർ ഗ്രിഡ്, SBI, ITC, ടാറ്റ മോട്ടോഴ്സ്, NTPC തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ നിഫ്റ്റി ഓട്ടോ, മീഡിയ, മെറ്റൽ, PSU ബാങ്ക്, റിയാലിറ്റി, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറുകൾ 2 മുതൽ 6% ഇടിഞ്ഞു. ആദ്യം തന്നെ മാർക്കറ്റ് ഇന്ന് ഇടിഞ്ഞതിന് പിന്നിൽ പ്രധാന ട്രിഗറുകളായി പ്രവർത്തിച്ച ചില അപ്ഡേറ്റുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് അമേരിക്കയുടെ ഡിസംബർ മാസത്തെ ജോബ് ഡേറ്റയാണ്. അമേരിക്ക പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന ജോബ് ക്രിയേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. 1.65 ലക്ഷം ജോബ് ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിച്ചെടുത്ത് 2.56 ലക്ഷം ജോബ് ക്രിയേഷൻ ഉണ്ടായിരിക്കുന്നു. കൂടാതെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 4% ഇടിയുകയും ചെയ്തു. ഇത് അമേരിക്കൻ മാർക്കറ്റിന് എക്കണോമിക് സ്റ്റിമുലസിന്റെ ആവശ്യമില്ല എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫെഡ് നടത്താൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്ലാനുകളിൽ നിന്നും ഫെഡ് പിന്നോക്കം പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് അമേരിക്കൻ മാർക്കറ്റിനെ മാത്രമല്ല ഇന്ത്യ പോലുള്ള പല എമർജിംഗ് ഇക്വിറ്റി മാർക്കറ്റുകളെയും പ്രതികൂലമായി ബാധിക്കും. രണ്ടാമത്തേത് അമേരിക്കയുടെ ബോണ്ട് ഈൽഡിലുണ്ടായിരിക്കുന്ന വർധനവ്. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഉയർന്നതും സ്ട്രോങ് ജോബ് ഡേറ്റയും അമേരിക്കയുടെ ബോണ്ട് ഈൽഡിനെ 4.79% എന്ന നിയർ ടൈം ഹൈയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ പോലുള്ള റിസ്കി എമർജിംഗ് മാർക്കറ്റുകളിൽ സെൽ ഓഫ് നടത്താനും അമേരിക്കയിലെ ബോണ്ട് മാർക്കറ്റിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ FISന്റെ സെല്ലിങ്ങിന് പിന്നിലെ പ്രധാന ട്രിഗറായും പ്രവർത്തിക്കുന്നു. മൂന്നാമത്തേത് ഓയിലിന്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന വർധനവ്. ബ്രന്റ് ക്രൂഡിന്റെ വില ഇന്ന് മോർണിംഗിൽ 1.7%, ഇപ്പോൾ 2.1% ഉയർന്ന് $81.44 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തി. ബ്രന്റ് ക്രൂഡിന്റെ വില ഉയരുന്നത് ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളെ, പ്രത്യേകിച്ചും ഇന്ത്യ പോലെ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റുകളെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. മറ്റൊരു പ്രധാന അപ്ഡേറ്റ് രൂപയുടെ മൂല്യത്തിലുണ്ടായിരിക്കുന്ന തകർച്ചയാണ്. ഡോളർ ഇൻഡെക്സ് 110 എന്ന ലെവലിലേക്ക് എത്തുകയും രൂപയുടെ മൂല്യം 86.57 എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കാനും FISന്റെ ഔട്ട്ഫ്ലോയ്ക്ക് പിന്നിലെ മറ്റൊരു ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിലെ റിയൽ GDP ഗ്രോത്ത് 8.2% നിന്നും 6.4% ചുരുങ്ങുമെന്നും മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ഫോർകാസ്റ്റ് 8.2% നിന്നും 6.4% ചുരുങ്ങുമെന്നും RBIയുടെ പ്രൊജക്ഷൻ 6.5% എത്തുമെന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ എക്കണോമിക് സ്ലോ ഡൗണിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുന്നതും Q3 റിസൾട്ട് സെഷനിൽ കമ്പനികളുടെ പെർഫോമൻസ് മാർക്കറ്റ് എക്സ്പെക്ടേഷനൊത്ത് ഉയരാത്തതും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ മറ്റൊരു ട്രിഗറായി പ്രവർത്തിക്കുന്നു. ഇതുവരെ, അതായത് ജനുവരി 10 വരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 22,259 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കൂടി പുറത്തു വരികയാണ്. ഡിസംബർ മാസത്തിൽ ഇൻഫ്ലേഷനിൽ 5.3% വർധനവുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഉയരുന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റുകളാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നവംബർ മാസത്തെ ലോ ആയ 23,260 എന്ന ലെവൽ മാർക്കറ്റ് നഷ്ടപ്പെടുത്തി. അതോടൊപ്പം തന്നെ 61.8% ഫിബനാച്ചി റിട്രേസ്മെന്റ് ലെവലിനെയും മാർക്കറ്റ് ഡിസിസീവായി ബ്രേക്ക് ചെയ്തു. ഇത് രണ്ടും മാർക്കറ്റ് കൂടുതൽ വീക്ക് ആകുന്നു എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി 22,800, 22,700 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. കൂടാതെ ഇന്ത്യയുടെ ഇന്ത്യ വിക്സ് 7% ഉയരുകയും ചെയ്തു. വരും സമയങ്ങളിൽ 22,350, അതായത് 61.8% ഫിബനാച്ചി റിട്രേസ്മെന്റ് ലെവലായിരിക്കും മാർക്കറ്റിന്റെ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക. ഈ ലെവലിനടുത്തേക്കുള്ള ഏതൊരു രീതിയിലുള്ള ബൈയിങ്ങും അല്ലെങ്കിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഉയരുമ്പോൾ സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡ് ആയിരിക്കും മാർക്കറ്റിൽ പ്ലേ ആകാൻ പോകുന്നത്. വരും സമയങ്ങളിൽ 23,350, 23,500 തുടങ്ങിയവ മാർക്കറ്റിന്റെ പ്രധാന റെസിസ്റ്റൻസായും 22,800 മാർക്കറ്റിന്റെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കും. 22,800 എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ ഇടിയുകയാണെങ്കിൽ നിഫ്റ്റി
22,350 വരെ ഇടിയാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്